മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ. നമസ്കാരം. പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ നടപ്പാക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളും പദ്ധതികളും ഗ്യാരണ്ടികളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാനിന്ന് സംസാരിക്കുന്നത്. ഏറ്റവും സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സന്തോഷം തോന്നിയത്, അതായത് പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് 10 വർഷത്തിന് ശേഷം, നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയല്ലോ. ജനങ്ങളോട് മസിലിപിടുത്തമില്ലാതെ സംസാരിക്കാൻ ശേഷിയുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയല്ലോ. സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്, ഒന്നും ശ്രദ്ധിച്ചില്ല. ജനങ്ങളോട് മനുഷ്യരോടെന്ന പോലെ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും. എന്നെ പോലെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ വിചാരിക്കും VD സതീശനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന്. അങ്ങനെ വിചാരിച്ചാലും അതിൽ വലിയ തെറ്റില്ല. ഇന്ന് കുറച്ച് സുഖിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സുഖിപ്പീരിന് ഒരാൾ അർഹനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കുറച്ച് സുഖിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, അല്ലേ? കാരണം ഇന്നലെ അദ്ദേഹം മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കണ്ടായിരുന്നു. മന്ത്രിമാരുടെ പേര് വായിക്കുന്നതിന് വേണ്ടി, അറിയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കണ്ട സമയത്ത് അവിടെ ഇരുന്ന യുവാക്കളിൽ ഒരു യുവാവാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, സാർ, ഈ വണ്ടികളിലെ മോഡിഫിക്കേഷനെ സംബന്ധിച്ച കാര്യം. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു സൈക്കോളജിസ്റ്റിനെയാണ് അദ്ദേഹത്തിൽ കണ്ടത്, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കണ്ടത്. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഓരോ ജനറേഷനോട് എങ്ങനെ പെരുമാറണം, എന്താണ് അവരുടെ ഉള്ളിലുള്ള വികാരം എന്ന് മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു പ്രത്യേക ശേഷിയുണ്ട്. അതൊരു വലിയ കഴിവ് തന്നെയാണ്, അതൊരു സ്കില്ലാണ് കേട്ടോ. അപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസവും ഒരു പ്രത്യേക ആക്ഷനും, ഒരു കണ്ണടച്ചുള്ള കള്ളച്ചിരി, എമ്പടാ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ വാഹനം മോഡിഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണമായിട്ട് ലഭിച്ചത്. ആ മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി ആ ഒരു എക്സ്പ്രഷന് തന്നെ കയ്യടി വീഴുകയാണ്. വെറും ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറുകയാണ്, നമ്മുടെ കണ്ണിലുണ്ണിയായി മാറുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് മുഖ്യമന്ത്രി മാറുന്നു എന്ന തോന്നൽ, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ മാറുകയാണ്. ആ ഒരു തോന്നൽ വളരെ ഒരു വലിയ ഓളമുണ്ടാക്കും. അദ്ദേഹം മുന്നോട്ടിനി ഇതേപോലെ തന്നെ പോകുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പല സമയങ്ങളിലും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട സ്നേഹിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഈ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ എണ്ണുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത്. സ്വന്തം അച്ഛന് തൻ്റെ ശരീരത്തിലെ 70% കരൾ പകുത്ത് നൽകി, അച്ഛൻ്റെ ആ രോഗം മൂലം. അതിനുശേഷം സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാതെ +2 പഠിത്തം നിർത്തേണ്ടി വന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരു ജ്യേഷ്ഠനാണുള്ളത്. എന്നാൽ കരൾ പകുത്ത് നൽകിയ അച്ഛനും ഹൃദയസ്തംഭനത്തെ തുടർന്ന് അവരോട് വിടവാങ്ങി. അമ്മയും ജ്യേഷ്ഠനും ഈ പെൺകുട്ടിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. രണ്ടുപേരും അച്ഛൻ്റെ രോഗാവസ്ഥ മൂലം പഠനം നിർത്തി. എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ നഴ്സാക്കണം എന്ന്. അപ്പം എനിക്കൊരു ചേട്ടനാണുള്ളത്. അച്ഛൻ്റെ അസുഖത്താൽ ഞങ്ങൾക്ക് പഠിക്കാൻ മുമ്പോട്ട് പറ്റിയില്ല. അദാലത്തിലോ മറ്റോ ആണ് ഈ പെൺകുട്ടി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ പകുതി പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇരുന്നോ എന്ന് കാണിക്കുക. കാരണം ഇതിനപ്പുറം ആ പെൺകുട്ടി പറയണ്ട. ആ കാര്യം എങ്ങനെയാണ് എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. ആ പെൺകുട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് ഊഹിക്കാനുള്ള ശേഷി ആ മനുഷ്യനുണ്ടായി. ഒരു മനുഷ്യനെ അതിന് സാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരു ഫോർമാലിറ്റിയോ ഒരു പ്രൊഫഷണൽ ടച്ചോ ഒന്നും അല്ല അദ്ദേഹം അവിടെ കാണിച്ചത്. ചെയ്തു തരാം അദ്ദേഹം പറഞ്ഞു. അച്ഛന് വേണ്ടി കരൾ പകുത്ത് കൊടുത്തതിൻ്റെ പേരിൽ ഒരു മക്കളും പഠനം തുടരാതിരിക്കരുത്, ഒരു മക്കളുടെയും ഭാവി ഇല്ലാതാകരുത്. വളരെ മാതൃകാപരമായിട്ടുള്ള വലിയൊരു കാര്യമാണ് മോള് ചെയ്തത്. അതിൻ്റെ പേരിൽ മോളുടെ ഭാവി ഇരുട്ടിലാകരുത്. പഠിച്ചിരിക്കും. എന്തൊക്കെയാണ് സഹായിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. ഈ സമയത്ത് വിശദീകരിക്കുന്നത് മോശമാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും പഠിച്ചിരിക്കും, മുന്നോട്ട് പഠിക്കും, അതിനുവേണ്ട സകല സഹായങ്ങളും താൻ ചെയ്തിരിക്കുമെന്ന് അദ്ദേഹം ആ സ്പോട്ടിൽ വെച്ച് തന്നെ പറയുകയുണ്ടായി. അവർ പഠിത്തം നിർത്തില്ല, 2 കുട്ടികളും പഠിക്കും, തുടർന്ന് പഠിക്കും.
അത് ഞാൻ നേരിട്ട് ശ്രദ്ധിച്ചോളാം. അതുകൂടാതെ തന്നെ ഇന്നലെ മന്ത്രിമാരെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു എക്സ്പ്രഷനും കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, നമ്മൾ വനിതാ പ്രാതിനിധ്യം കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിതയാണ് എന്ന കാര്യം നിങ്ങളാരും ശ്രദ്ധിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ നോക്കിയും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, കണ്ണുകൊണ്ടും ആ ഒരു ചിരിയും. സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്, ഒന്നും ശ്രദ്ധിച്ചില്ല. അതൊക്കെ മാത്രം മതി. പിന്നീട് മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ ചേർന്ന് സെൽഫി എടുത്തു. എത്ര സമയം അതിനുവേണ്ടി അദ്ദേഹം മെനക്കെട്ടെന്നറിയാമോ? ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിയുമായിട്ട് വെച്ച് നോക്കുമ്പോഴാണ് നമ്മളിൽ ഇത്രത്തോളം ഒരു വല്ലാത്ത ഒരു സന്തോഷം അടക്കാനാവാത്ത രീതിയിൽ അത് വന്ന് നിറയുന്നതും അതിങ്ങനെ പ്രകടിപ്പിക്കാൻ തോന്നുന്നതും. ഇതുവരെ മറ്റുള്ള ആരോടും മിണ്ടാത്ത, മുഖമൊന്നും ഉയർത്തി നോക്കാത്ത, ആരെങ്കിലും അടുത്ത് വന്നാൽ പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ട് ഈ 10 വർഷങ്ങൾ കൊണ്ട് ശീലിച്ച് മുരടിച്ചു പോകാറായ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കൊരു കുളിർമഴ പോലെ ഇപ്പോൾ അന്തരീക്ഷവും തണുത്തു അല്ലേ? ആ കടുത്ത ചൂട് ഒക്കെ അങ്ങ് അവസാനിച്ച് ആ ഒരു മഴയുടെ സമയമായി, കുളിരിൻ്റെ സമയമായി. ഇനി എല്ലാവരിലും ഒരു തണുപ്പാണ് പടരുന്നത്. അത് നന്നായിരിക്കട്ടെ, നല്ല ഒരു ശുഭ ലക്ഷണമാകട്ടെ ഈ ഒരു തണുപ്പും. മറ്റൊരു വിഷയത്തിൽ കൂടി വളരെ നീതിയുക്തമായ ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കേട്ടു. അതായത് ക്ഷേത്രങ്ങളിലൊക്കെ കലാപരിപാടികളൊക്കെ 10 മണിക്ക് ശേഷം പാടില്ല എന്നൊരു ഉത്തരവുണ്ടായിരുന്നു. അത് തികച്ചും ഒരു അന്യായമാണ്. ഈ കലാകാരന്മാരൊക്കെ ഏറ്റവും അധികം ജീവിച്ചു പോകുന്ന ഒരിടമാണ് ഈ ക്ഷേത്രവളപ്പുകൾ. ക്ഷേത്രത്തിലെയും പള്ളിയിലെയും ഒക്കെ ഉത്സവവും പെരുന്നാളും ഒക്കെ. അവിടെ ഒരു കലാപരിപാടി നടത്തുക എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലെയും പള്ളിയിലെയൊക്കെ ചടങ്ങുകൾ കഴിയുമ്പോൾ തന്നെ 8-9 മണിയാവും. അതിനുശേഷം പിന്നെ അവർക്ക് എത്ര സമയം കിട്ടും അല്ലേ? അതായത് നിലവിൽ ബാറുകൾക്കൊക്കെ സമയം നീട്ടിക്കൊടുത്തു, മദ്യഷോപ്പുകൾക്കൊക്കെ ഒരുപാട് സമയം രാത്രി പ്രവർത്തിക്കാം, പക്ഷേ കലാപരിപാടികളൊക്കെ 10 മണിയാകുമ്പോഴത്തേക്ക് അവസാനിപ്പിക്കണം. അതെന്തൊരു അന്യായമാണ്. അതുകൊണ്ട് അതിനും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഏറ്റിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടി അവിടുത്തെ ചടങ്ങ് കഴിയുമ്പോൾ തന്നെ 8 മണി 9 മണി കഴിയും. പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനെ ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിനിടയ്ക്ക് മറ്റൊരു വിഷയം തള്ളിക്കയറ്റുന്നു. വിഷയം വിട്ട് സംസാരിക്കുന്നതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് വിട്ടുപോകും. അത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ സമയം നശിപ്പിക്കാനും എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അത് സംബന്ധിക്കുന്ന ഒരു പാസ്റ്ററിനെ സംബന്ധിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നാട്ടുകാരുടെ നിന്ന്, വിശ്വാസികളുടെ നിന്ന് പൈസ ചോദിക്കുന്നു പുതിയ കാറ് വാങ്ങിക്കാൻ. 22-25 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിക്കാൻ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തല്ലോ. അതുപോലെ തന്നെ വേറൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഈ വ്യക്തി എന്ത് സേവ നടത്തുന്ന ആളാണെന്നൊന്നും എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ ദൈവവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് വിശ്വാസികളിൽ നിന്നും പണം പിടുങ്ങുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്, ഒരു വീഡിയോയിലൂടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എനിക്കും എന്റെ കാളിക്കും കൂടിയിട്ട് ഒരു ഹാരം, ഒരു പവനിൽ ഓരോ ഹാരം പറ്റും. അദ്ദേഹം ഇങ്ങനെ ദൈവം ശരീരത്ത് കയറിയ ആളെ പോലെ തുള്ളി ഒക്കെ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്കും കാളിക്കും ഓരോ പവൻ വീതം തരണം. ഏതോ ഒരു വീട്ടിൽ പൂജയോ മറ്റോ നടത്തുകയാണ്. അവിടെ നിന്ന് അവരോട് ചോദിക്കുകയാണ് ഓരോ പവൻ വീതം തരണമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലേലം വിളി പോലെ. മറ്റേ അപ്പം ഹൗസ് ഓണർ പറയുന്നുണ്ട് അത്രയൊന്നും പറ്റില്ല. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു ദൈവം വന്ന് നിങ്ങൾ എനിക്ക് ഒരു പവൻ്റെ സ്വർണം താ, അല്ലെ ഒരു 10,000 രൂപ അതാ എന്ന് ചോദിക്കുമോ? ദൈവങ്ങളെ കൂടെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള ആളുകളാണ് ഇവർ. ദൈവത്തെ ഓർത്ത്, യഥാർത്ഥ ഒറിജിനൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ കയറി ചെന്ന് ദൈവത്തെയും കൂടെ നാറ്റിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസത്തിനൊരു വില നിങ്ങൾ കൽപ്പിക്കണം. അപ്പൊ ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരികയാണ്. വി ഡി സതീശന്റെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടി, മനുഷ്യരോടെന്ന പോലെ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടി. അതിലുള്ള അടക്കാനാവാത്ത സന്തോഷം പ്രകടിപ്പിക്കാൻ തന്നെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്ത് മറിച്ചില്ലെങ്കിലും ദുരിതത്തിന്റെ പരമാവധി ദുരിതം 10 വർഷങ്ങൾ കൊണ്ട് ജനങ്ങൾ എല്ലാ രീതിയിലും അനുഭവിച്ചിട്ടുണ്ട്. പ്രളയം വന്നു, നിപ വന്നു, കോവിഡ് വന്നു, സൂര്യാഘാതം വരെ അനുഭവിച്ചു. ഈ 10 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തന്നെ മനുഷ്യർ മുരടിച്ചിരിക്കുകയാണ്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട അടികളൊക്കെ ഞങ്ങൾ ഇനിയും താങ്ങും. പക്ഷേ ഞങ്ങളെ അടിക്കാതെ തലോടുന്ന ഒരു നല്ല നാഥനായി ഞങ്ങളുടെ മുഖ്യമന്ത്രി മാറും എന്ന് എന്തോ ഒരു വിശ്വാസം തോന്നുകയാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വി ഡി സതീശന് കഴിയട്ടെ, വി ഡി സതീശൻ സർക്കാരിന് കഴിയട്ടെ. നല്ലൊരു മനുഷ്യനായി തുടരുക. പ്രൊഫഷണൽ ആകുന്നതിനേക്കാൾ എപ്പോഴും നമ്മളൊരു നല്ല വ്യക്തിയായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ബേസിക് ആയിട്ട് വേണ്ടത്. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങി സംസാരിക്കുന്ന സമയത്തൊക്കെ കുറേ പേര് വന്ന് പറഞ്ഞു ഒരു കോട്ടൊക്കെ ഇട്ട് പ്രൊഫഷണലായിട്ട് അവതരിപ്പിച്ചുകൂടെ? വേണ്ട.
എനിക്കങ്ങനെ പ്രൊഫഷണൽ ആകണ്ട. അങ്ങനെ ആയാൽ എനിക്ക് പലതും പറ്റില്ല. എനിക്കൊരു മനുഷ്യനായിട്ട് നിങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതാണ് എനിക്കിഷ്ടം. അതാണ് നിങ്ങൾ സ്വീകരിച്ചതും. ഇപ്പോൾ കോട്ടൊക്കെ ഇട്ട് വലിയ ചാനലുകളിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ, എത്രത്തോളം സത്യമുണ്ട്. അപ്പോൾ അതിലൊന്നും പ്രഹസനങ്ങളിലൊന്നും കാര്യമില്ല. മനുഷ്യനായിട്ട് തന്നെ മറ്റൊരാളും മനുഷ്യനാണ് എന്ന് കണ്ടുകൊണ്ട് പെരുമാറുന്നതിലാണ് ഒരാളുടെ വിജയം. മസിൽ പിടുത്തം കൊണ്ട് ജീവിതത്തിൽ ഒരാളും വിജയിച്ചിട്ടില്ല. ഗുസ്തി പിടുത്തത്തിലൊന്നും അല്ലാതെ മസിൽ പിടുത്തത്തിൽ വിജയിക്കാൻ ഒരു മേഖലയുമില്ല. അതുകൊണ്ട് വലിയ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. നമ്മുടെ പുതിയ മന്ത്രിസഭയ്ക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെല്ലാം ഹൃദയത്തിൽ തൊട്ട ആത്മാർത്ഥതയുള്ള ആശംസകൾ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പുതിയ സർക്കാരിന് ആശംസകൾ നേരും എന്ന് കരുതുന്നു. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെയാണ് യോജിക്കുന്നോ വിയോജിക്കുന്നോ അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലും പ്രതീക്ഷിക്കുന്നു.